പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം ഇത്തരത്തിലുള്ള നിക്ഷേപം നടത്തുമ്പോൾ KFCയുടെ ബോർഡ് ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബോർഡ് യോഗം ചേരുന്നതിന് മുമ്പ് ഈ മോണിറ്ററിംഗ്, അതായത് ഈ ലയബിലിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് ഈ നിക്ഷേപിക്കുകയായിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്നാണ് തീരുമാനമെടുത്തത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റിയാണ് സാധാരണ. ഇൻവെസ്റ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും. ഇതെല്ലാം വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളാണ് ഇത്തരം ഈ ബോർഡിലൊക്കെ ഉള്ളത്. ഇതൊക്കെ KFC ഒക്കെ പൊതുവിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ബോർഡാണ്. ആ ബോർഡ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നു. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ ഈ ഡിബഞ്ചർ മാർക്കറ്റും മറ്റു മാർക്കറ്റും ഒക്കെ ഉണ്ട്. അതിനകത്ത് തീരുമാനം ഓരോ ദിവസം അല്ലെങ്കിൽ ബോർഡ് തീരുമാനിച്ച ഒരു മാസം എടുത്ത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. തീരുമാനം എടുത്തിട്ട് റാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. വലിയ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ്. ഇവിടെയും സർക്കാർ സ്ഥാപനമായതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെക്കാളും കുറച്ച് ശ്രദ്ധാപൂർവ്വം തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഡിസിഷൻ എടുത്തതിനകത്ത് തെറ്റ് ശരിയൊക്കെ വരാം. അതിനകത്തൊന്നും ഞാൻ പറയുന്നത് ഇപ്പം അവിടെ അല്ലാതെ വേറൊരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ലാഭം കിട്ടിയതിനേയും നഷ്ടം വരത്തില്ല എന്നൊക്കെ പറയാം. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ അന്നത്തെ നിലയിൽ ആ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വേണം. മാത്രമല്ല, ഈ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്, KFCയെ സംബന്ധിച്ച ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർന്നു നിന്നാൽ മാത്രമേ നമുക്ക് അന്ന് 250 കോടിയോ മറ്റോ നമ്മൾ ബൊറോ ചെയ്തു. പബ്ലിക്കിൽ നിന്ന് ബൊറോ ചെയ്യുമ്പം ആ പണം എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടൂ. ഇങ്ങനെയാണ് ആ കാര്യം എടുത്തത്. അതുകൊണ്ട് അതിനകത്ത് നിയമവിരുദ്ധമായൊരു കാര്യം ആ നടപടിക്രമത്തിലുണ്ടെന്നല്ല ധാരണ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയല്ല ഉള്ളത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പൂർണ്ണമായും കിട്ടണം. ഈ 9,000 കോടി രൂപയാണ് അന്നത്തെ നിക്ഷേപത്തിനകത്ത്. ഈ യെസ് ബാങ്കൊക്കെ തകർന്ന ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് പല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ തകർന്നിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത്. ILFS, നമ്മുടെ ഇവിടുത്തെ സ്റ്റേഡിയം ഉണ്ടല്ലോ, ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ കാര്യവട്ടത്തെ, ഈ ILFS ഒക്കെ ഒരു ധനകാര്യം പ്ലസ് ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുകയും പൊതു കൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു കമ്പനിയായിരുന്നു. നമ്മളുൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ ILFSനെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ILFS തകർന്നു പോയി. ആ സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് കുറേ സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട്. ആ തകർന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതേ പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് അന്നത്തെ ബോർഡ് എടുത്തതിനകത്ത് ആ ഡിസിഷൻ അങ്ങനെ വേണമായിരുന്നു അല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ അതിനകത്ത് നഷ്ടം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് കേസ് നടത്തി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിനകത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യവും ഇപ്പോഴും അന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് നഷ്ടം രാജ്യത്താകെ പല സ്ഥാപനങ്ങൾക്കും പിന്നെ UTIക്കൊക്കെ പണ്ട് വന്നതുപോലെ പല സ്ഥാപനങ്ങളുടെയും നിക്ഷേപത്തിനകത്ത് ആ സമയത്ത് വന്ന നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ബോർഡിൻ്റെ തീരുമാനവും നിയമപരമായ നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ KFC കിട്ടാക്കടം ഏത് സ്ഥാപനത്തിനുണ്ട്, ഇത് മാത്രമല്ല, അല്ലാതെയുള്ള കിട്ടാക്കടം ഉൾപ്പെടെ ഉണ്ട്. അതിനകത്തെല്ലാം ഏറ്റവും കുറച്ച് NBA ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. NBAയുടെ റേറ്റിംഗ് നോക്കിയാൽ നമുക്ക് ഒരു ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് 2,000 കോടിക്ക് 2,500 കോടിക്ക് അടുത്ത് മാത്രം ബിസിനസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ് വന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് 4,000 കോടിക്ക് അടുത്തായിരുന്നു ടോട്ടൽ ബിസിനസ്. അതിപ്പോൾ 8,000 കോടിയിലേക്ക് എത്തുകയാണ്. ലാഭം വർദ്ധിച്ചും കൃത്യമായി ചിട്ടപ്പെടുത്തിയൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആ ശ്രദ്ധാപൂർവമായി ചെയ്യുന്ന ആ ബോർഡുകളെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിയമപരമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായി വന്നിട്ടില്ല എന്നുള്ളൊരു തരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്.